എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ? മറ്റുള്ള സ്ത്രീകൾക്ക് പ്രചോദനമാവുക. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ മാതൃത്വം കൊണ്ടുവരുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്? ഒരു എംപവർമെന്റ് ഫേസിലോട്ട് സ്ത്രീയെ മാറ്റുന്നു. ഇതിന് ഞങ്ങൾ എങ്ങനെയാ 2030 ഓർക്കണ്ടേ? 2030 ആകുമ്പോൾ സാറിന് എന്നെ ചിലപ്പോൾ ആ ഒരു സീറ്റിൽ ഇന്നിവിടെ മിസ് കേരള എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വിൻ ചെയ്യുവാണെങ്കിൽ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് യു ആർ ഗിവിങ് ടു സമ്വൺ. ഒരു സ്ത്രീ എടുക്കുന്ന ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്റ്റിൽ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ എന്തെല്ലാം ബാരിയേഴ്സ് ആണ് മാറ്റി വെക്കേണ്ടത്? സെൽഫ് ലവിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ആരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പം ഈ വേദിയിൽ നിൽക്കുന്നത്? ഒരാളുടെയും സപ്പോർട്ടില്ലാതെ ഉള്ളിൽ നിന്ന് വരുന്ന എൻ്റെ തീജ്വാലയാണ് എനിക്ക് സപ്പോർട്ടായി ഇതുവരെ കൂടെ നിൽക്കാൻ പറ്റിയത്. എന്താ നിന്റെ ബിരിയാണിയുടെ മാജിക്ക്? റോസ് ബ്രാൻഡ് കൈമ റൈസും ഒരല്പം മുഹബത്ത് ഉണ്ടെങ്കിൽ ഏത് ബിരിയാണി സൂപ്പറാവും. റോസ് ബ്രാൻഡ് കൈമ റൈസ്, മനസ്സ് നിറയും രുചി. Moving on to contestant number 10, Alfonso Jose. Hi Alfonso, you can hold the mic first. And ini namukku judge ne select cheyyam. Okay. Let's see if luck favors you this evening. Happy ano? Very, very happy. Okay. അഞ്ജലി നായർ. ഹായ്, കൺഗ്രാറ്റ്സ്. സോറി മാം, കേട്ടില്ല. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഓഫ് കോഴ്സ്. ബട്ട് എന്ത് അച്ചീവ് ചെയ്യണം എന്നായിരുന്നു അത് റിസീവ് ചെയ്തിട്ടുണ്ടാവും. ഓഫ് കോഴ്സ്. ബട്ട് ലൈക്ക് ഫ്രം ടുമോറോ ഓൺവേർഡ്സ് എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ? ഒന്നെങ്കിൽ സക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിന്നേഴ്സ് സ്റ്റേജിലായിരിക്കാം. എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? ഓർ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്ത് ചേഞ്ചാണ് ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ മാം. യെസ്. ഞാൻ എന്നൊരു വ്യക്തി മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു പ്രചോദനമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മിസ്സിസ് കേരളയുടെ ഉദ്ദേശവും അതാണ്. വീട്ടമ്മമാരായി കഴിഞ്ഞിരുന്ന അല്ലെങ്കിൽ വനിതകൾക്ക്, വിവാഹിതരായ സ്ത്രീകളുടെ സ്വപ്നം കാണാനും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അവർക്ക് പ്രചോദനം നൽകുന്ന ഒരു വേദിയാണ് മിസ്സിസ് കേരള എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഞാൻ ഇവിടുന്ന് പഠിച്ചതും. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 26 മത്സരാർത്ഥികൾക്ക് അതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ള സ്ത്രീകളെ പ്രോത്സാഹനം നൽകാനും അതിനുള്ള കഴിവ് അവർക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. മറ്റുള്ള സ്ത്രീകൾക്ക് പ്രചോദനമാവുക. ഇപ്പോഴും സ്വപ്നം കാണാൻ പേടിച്ചിരിക്കുന്ന സ്ത്രീകൾക്ക് സ്വപ്നം കാണാൻ നിർബന്ധിതരാക്കും. അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവരോടൊപ്പം നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Thank you so much for the answer. അടുത്തതായി നിറഞ്ഞ കൈയടി നൽകി സ്വാഗതം ചെയ്യാം contestant number 11, അന്നം ജോൺ പോൾ. സജിന സലീം മാം. ഹായ് അന്നം. ഹായ് മാം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ മാതൃത്വം കൊണ്ടുവരുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ മാം. മാതൃത്വം എന്നത് ഒരു ജീവിതാനുഭവമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരമ്മ കൂടി ജനിക്കുകയാണ്. മാതൃത്വം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവളെ റീഡിഫൈൻ ചെയ്യുന്നു, മുൻഗണനകൾ മാറ്റുന്നു, അവളുടെ പ്രയോറിറ്റീസ് ചേഞ്ച് ആകുന്നു. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അത്. ഒരു എംപവർമെന്റ് ഫേസിലോട്ട് സ്ത്രീയെ മാറ്റുന്നു. താങ്ക് യു മാം. ഇനി അടുത്ത കണ്ടസ്റ്റന്റിനെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യാം. കണ്ടസ്റ്റന്റ് നമ്പർ 12, വിദ്യ എസ് മേനൻ. ജഡ്ജ് ആരെന്ന് നോക്കാം.
And the judge asking the question to Vidya is കൈലാഷ് സർ. കൈലാഷ് സർ. ഭയങ്കര സ്വീറ്റ് ആയിട്ട് സാറിനെ വിളിച്ചിരിക്കുകയാണ്. കൈലാഷ് സർ. ഹായ് വിദ്യ, നമസ്കാരം. നമസ്കാരം സർ. വിദ്യ എനിക്കൊന്ന് ഭയങ്കര ഡാൻസറാണെന്ന് മുമ്പേ പറഞ്ഞു തോന്നുന്നു അതെ സർ. അല്ലേ? കലാമണ്ഡലമാണ്, കലാതിലകമാണ്. എന്തേ കലാമണ്ഡലത്തിൽ പോയി പഠിച്ചില്ല? അത് വേറെ ക്വസ്റ്റ്യൻ ആട്ടോ, ഞാൻ വെറുതെ വെച്ചാണ്. സർ, അന്ന് ആ ഒരു സമയത്ത് നമുക്ക് അതിനുള്ള ഒരു പക്വത ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു സമയത്ത് പഠിത്തത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഡാൻസിന് ഇപ്പോൾ ഓരോരുത്തരും ആ ഒരു കല അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് എത്ര വലിയൊരു കാര്യമായിട്ടാണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ മനസ്സിലാക്കിയ സ്ഥിതിക്ക് 2030 വിദ്യ എന്തായിരിക്കും എന്നാണ് വിദ്യ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ വിദ്യനെ എങ്ങനെ സിഗ്നേച്ചർ ചെയ്യും എന്നാണ് വിദ്യയുടെ ഒരു എക്സ്പെക്ടേഷൻ? അല്ലെങ്കിൽ വിദ്യനെ ഞങ്ങൾ എങ്ങനെ 2030 ഓർക്കണ്ടേ? സർ, ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് കുറച്ച് സ്വപ്നങ്ങളുണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പുള്ള സ്വപ്നം കല്യാണം കഴിക്കണമെന്ന് മാത്രമുള്ളൊരു സ്വപ്നമായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷമാണ് കുറേ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മിസ്സസ് എന്ന് കിട്ടിയ ഒരു പട്ടത്തിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരണം എൻ്റെ ലക്ഷ്യങ്ങൾ അതിലൊന്നാണ് ഡാൻസ്. ഞാൻ കല്യാണത്തിന് മുമ്പ് നിർത്തിവെച്ച ഡാൻസ് സ്കൂൾ ഇപ്പം ഞാൻ വീണ്ടും ആരംഭിച്ചു. ഇപ്പം 50-ലേറെ സ്റ്റുഡൻസ് ഉണ്ട് എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ. അതിൽ ഏജ് എന്ന് പറഞ്ഞാൽ 30 വയസ്സിന് മുകളിലുള്ള സ്റ്റുഡൻസാണ് ഏറ്റവും കൂടുതൽ. അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ വന്ന് പറയേണ്ട, അവരൊക്കെ വീട്ടിൽ മാത്രം ഇരുന്നവരാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ പുറം ലോകത്തേക്ക് ഇറങ്ങി ഡാൻസ് കളിക്കുന്നു. അവരുടെയൊക്കെ മൈൻഡൊക്കെ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എൻ്റെ കരിയർ ഇപ്പോൾ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളും കൂടി കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2030 ആകുമ്പോൾ സാറിന് എന്നെ ചിലപ്പോൾ ആ ഒരു സീറ്റിൽ ഇതേപോലെ ഒരു ക്രൗണൊക്കെ വെച്ച് കാണാൻ പറ്റുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഹസ്ബൻഡാണോ? ഫ്രണ്ടാണ്. ഓക്കെ. നല്ല സപ്പോർട്ട് ഫ്രണ്ടിൻ്റെ ഫാമിലിയുടെ ഒക്കെ കയ്യിൽ നിന്ന്. ഓക്കെ, മൂവിങ് ഓൺ. ഇനി അടുത്ത കണ്ടസ്റ്റന്റിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. കണ്ടസ്റ്റന്റ് നമ്പർ 16 ഐശ്വര്യ. ഏത് ജഡ്ജാണ് ഐശ്വര്യയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദ ജഡ്ജസ് ബാക്ക് ടു ബാക്ക് 2 ചോദ്യങ്ങൾ. ഭയങ്കര ഭാഗ്യമാണ് സാറിനെന്ന്. അതാണ് എല്ലാ കണ്ടസ്റ്റൻസിനും സാറിന് തന്നെ പേര് കിട്ടുന്നത്. എനിക്കത്ര ഭാഗ്യമായിട്ട് തോന്നുന്നില്ല കേട്ടോ. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് വന്ന ആൾക്കാർക്ക് വെറുതെ ഇരിക്കണം. ഞാനൊരു ഭയങ്കര ഇമാജിനറി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? കാരണം ഈ ചോദിക്കാൻ തുടങ്ങുന്നവരെ എൻ്റെ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. പേരൊന്ന് പറയാമോ? ഐശ്വര്യ. അതിഗംഭീര പേരാണ്. ഈ ഐശ്വര്യ എന്ന് പറഞ്ഞ പേര് ഒരുപക്ഷെ ഐശ്വര്യറായി ഇത്രയും വലിയൊരു ഫാഷൻ ഇൻഡസ്ട്രിയിൽ സിഗ്നേച്ചർ ചെയ്തതിനു ശേഷം ഒരുപാട് കുട്ടികൾക്ക് ആ പേരിട്ടിട്ടുണ്ട്. ഞാൻ വെറുതെ ചോദിക്കുകയാണ്, ഇന്നിവിടെ മിസ് കേരള എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വിൻ ചെയ്യുവാണെങ്കിൽ, ചെയ്തു എന്ന് വിചാരിക്കുക, പക്ഷേ അത് ഒരാൾക്ക് കൊടുക്കാൻ, അതായത് യു ആർ ഗിവിങ് ടു സമ്വൺ, അത് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണ്ട, ഈ ഇരിക്കുന്ന 11 പേരിൽ ഒരാൾക്ക് കൊടുക്കാം. 11 വേണമെന്നില്ല, ബാക്കി 27 അല്ല, ടോട്ടൽ 26 ആൾക്കാരുണ്ട്. ഈ 26-ൽ ഒരാൾക്ക് കൊടുക്കാൻ ഈ പ്ലാറ്റ്ഫോം റെഡി ആയാൽ ആർക്ക് കൊടുക്കും? വൈ? ബിക്കോസ് നിങ്ങൾ ഇവിടെ വെച്ചാണ് ഇത്രയും പേരെ മീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? നിങ്ങൾ ഇവിടെ വെച്ചല്ലേ എല്ലാവരും കണ്ടിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ കുറേ റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ റിഹേഴ്സൽസും നിങ്ങളുടെ ക്യാമ്പിലും ഒക്കെ പല പേഴ്സണൽ മാറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവാം. അവരുടെ പല മാറ്റേഴ്സ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മിസ് കേരള ഐശ്വര്യ വിൻ ചെയ്തു. ഐശ്വര്യക്ക് ഒരു ഓപ്ഷൻ തരികയാണ്. അതിൽ ഞാൻ ഇന്ന ആൾക്കത് ഗിഫ്റ്റ് ചെയ്യും. വൈ? ആ വൈ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. സോ ഞാൻ ഗിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അത് അങ്ങനെ എനിക്ക് മാത്രം. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ സർ. സോ ഞാൻ ഇന്ന് മിസ്സിസ് കേരള ടൈറ്റിൽ വിന്നർ ആവുകയാണെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി ബിക്കോസ് ഐ എം സ്റ്റാൻഡിങ് ഹിയർ ഫോർ ഗെറ്റിംഗ് ദാറ്റ് ടൈറ്റിൽ ഇറ്റ്സെൽഫ്. ബട്ട് എനിക്ക് വേറെ ഒരാൾക്ക് കൊടുക്കണം എന്നെനിക്ക് ഒരു ഓപ്ഷൻ സാറ് തരുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് തന്നെ അത് കൊടുക്കും.
ഈ മിസ്സിസ് കേരളയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. ബിക്കോസ് ഒരു 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഇതിൽ പങ്കെടുക്കാം എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു ഹൈലൈറ്റാണ്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒത്തിരി ഫ്രണ്ട്സ് എബവ് 40s ആണ്. അപ്പം ഞാൻ അവരോടൊക്കെ പറഞ്ഞു, യു ഓൾ ആർ സോ ലക്കി, ബിക്കോസ് നോട്ട് ഓൺലി ലക്കി, അവർ ഈ ഒരു ഏജിൽ ഇതിനെടുക്കുന്ന എഫേർട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരേപോലെ, ഒരു ഏജ് ലിമിറ്റ് എന്നുള്ള ഒരു ഡിഫറൻസും ഇല്ലാതെ ഒരേപോലെയായിരുന്നു നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. സോ ഞാൻ അത് കൊടുക്കുക അങ്ങനെയുള്ള ഒരാൾക്കായിരിക്കും. അത് ഏജിൻ്റെ മാത്രം ബേസിസിലല്ല, ഇപ്പോൾ ഈ 12 പേരിൽ വന്ന് നിൽക്കുന്നവരിലും ആ 40 വയസ്സിന് മുകളിലുള്ള ആളുകളുണ്ട്. സോ അവർ ഈ ഒരു ഏജിലും അതിനെടുത്ത എഫേർട്ട്, ഇതിൻ്റെ പിന്നിൽ അവർ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർ ലൈഫിലൊക്കെ ഒത്തിരി സഫർ ചെയ്തിട്ടുള്ളവരാണ്. അവരുടെ ഇൻട്രോയിൽ തന്നെ വന്ന് പറഞ്ഞു, നമുക്കും അത് പേഴ്സണലി അറിയാം. അതിൻ്റെ എല്ലാം ഉള്ളിലും ഇത്രമാത്രം ഇതിന് എഫേർട്ട് എടുത്ത് ഇവിടെ വരിക, ആ ചിരി, അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഒരു സ്ത്രീ എടുക്കുന്ന ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അവർ സ്വയം സ്നേഹിക്കാൻ തയ്യാറായി, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ വന്ന് നിൽക്കാൻ ഇന്ന് തയ്യാറായിട്ടുണ്ടെങ്കിൽ, അത്തരം ഒരു സ്ത്രീക്ക് തന്നെ ഈ കൂട്ടത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പക്ഷേ അത് സൗമ്യക്ക് തന്നെ കൊടുക്കും. താങ്ക് യു സോ മച്ച്. സൗമ്യക്ക് വൈ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അല്ലെങ്കിൽ സൗമ്യയുടെ ഏത് പോയിന്റ് ആയിരിക്കും ഇൻസ്പയർ ചെയ്തത്? സൗമ്യ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, സൗമ്യ ഏജ് പറയുന്നത് ശരിയാണോ എന്നറിയില്ല, ബട്ട് നമുക്ക് ഏജ് വേണ്ട. സോ സൗമ്യയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ സൗമ്യ ഈ 2 ദിവസം ഷെയർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ് സൗമ്യ. അത്രയൊക്കെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നിട്ടും ഇന്ന് ഈ ഒരു വേദിയിൽ ഒരു 27 പേരിൽ ഒരാളായിട്ട് സൗമ്യയ്ക്ക് വരാനും സാധിച്ചു. അതിൻ്റെ കൂടെ തന്നെ ടോപ്പ് 12-ൽ എഗെയിൻ ഒരാളായിട്ട് വരാൻ സാധിക്കുകയാണ്. സോ ഷീ ഈസ് വെരി പവർഫുൾ ആൻഡ് ഷീ ഈസ് വെരി ടാലൻറ്റഡ്. സോ ഞാൻ എപ്പോഴും I want to empower other women also. So I will definitely give this title to her if you told me to do that. Thank you. Thank you so much. Truly embracing the spirit of womanhood. അടുത്ത കണ്ടസ്റ്റന്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. കണ്ടസ്റ്റന്റ് നമ്പർ 23 അഞ്ജു അന്ന തോമസ്. ഹായ് അഞ്ജു, ലുക്കിംഗ് ലവ്ലി. ഈ 3 പേരുകളേ ഉള്ളൂ. And the judges? അഞ്ജലി നായർ. ഹായ്. കൺഗ്രാറ്റ്സ്. Thank you. ക്വസ്റ്റ്യൻസ് ഒന്നും പ്രിപ്പയർഡ് അല്ല. കൈലാഷേട്ടൻ പറഞ്ഞ പോലെ എനിക്കും ക്വസ്റ്റ്യൻസ് ഒന്നും കയ്യിലില്ല. പക്ഷെ പെട്ടെന്ന് വന്നൊരു തോട്ടാണ്. ഒരുപാട് പേരുടെ ലൈഫ് സ്റ്റോറീസ് പറഞ്ഞിരുന്നല്ലോ, സക്സസ് ആയവരുടെയും ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് വീണ്ടും ഓവർകം ചെയ്തവരുടെയും ഒക്കെ കഥകൾ കേട്ടു. എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ട് അല്ലേ, പലർക്കും കുഞ്ഞുങ്ങളുണ്ട്. പല ലൈഫുകളും സെക്കൻഡ് മാരേജിലേക്കൊക്കെ പോയ സ്റ്റോറീസ് കേട്ടു. സ്റ്റിൽ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ എന്തെല്ലാം ബാരിയേഴ്സാണ് മാറ്റി വെക്കേണ്ടത്? അല്ലെങ്കിൽ ലൈഫിൽ സക്സസ് ആയ ഒരാൾക്ക്, ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? ഇത് മാറ്റിവെക്കണം, ഇന്നത് ചിന്തിക്കരുത്, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ചെയ്യേണ്ടത്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ മാം. സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, നമുക്ക് ഒരു ദിവസം കഴിയുമ്പം നമുക്ക് സുഖമായിട്ട് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മുടെ സമാധാനം, സെൽഫ് ലവിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ മാനസികാവസ്ഥ നല്ലതാണെങ്കിൽ മാത്രമേ അതുപോലെ തന്നെ ഫാമിലിയിലും അതൊരു ഡിപിക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, നമ്മുടെ സമാധാനമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. താങ്ക് യു. Thank you so much. Moving on, I would like to request contestant number 24, Sharanya S. Nath, to step forward. Yes, Sharanya, you may choose your judge. 2 options ullu. Okay. Congratulations. Thank you, ma'am. Sharanya, imagine your 5-year-old self is standing next to you. 5 വയസ്സുള്ള ശരണ്യയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. വാട്ട് വുഡ് യു വാണ്ട് ടു ടെൽ ഹർ ബ്രീഫ്ലി? ചോദ്യത്തിന് നന്ദി.
5 വയസ്സുള്ള ശരണ്യ വലുതായി വരുമ്പോൾ എന്താണോ ആഗ്രഹം, അത് എന്താണോ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രചോദനം ഉൾക്കൊണ്ടത് അതാണ് പറഞ്ഞു കൊടുക്കുക. 5 വയസ്സുള്ള കുട്ടി എന്നെപ്പോലെ തന്നെ ആയിരിക്കണമെന്നില്ല. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുട്ടികളുടേതായിട്ടുള്ള താല്പര്യങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവും. അതിനെ മാനിക്കണമെന്നാണ് പറഞ്ഞു കൊടുക്കുക. Thank you. Thank you so much for the answer. Next, requesting contestant number 25, Anita, to step forward. Final contestant answering the judges' question. സോ അനിതയ്ക്ക് വലിയ ചോയ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെ ഒരേ ഒരു ചിട്ടേ ഉള്ളൂ, ഓപ്ഷൻ ഇല്ല. പക്ഷെ അത് എടുത്തോളൂ. And let's find out who is that judge. അഞ്ജലി മാം. Hi, congrats. So this is the last contestant, right? Last Yes, one. yes. Okay. ആരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പം ഈ വേദിയിൽ നിൽക്കുന്നത് എങ്കിൽ ഇവിടെ നിന്ന് നാളെ വിജയിച്ചു പോയാൽ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ മാം. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്, എൻ്റെ സപ്പോർട്ടിങ് എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കണ്ടു വളർന്നുകൊണ്ടാണ്. എനിക്ക് ഒരാളുടെയും സപ്പോർട്ടില്ലാതെ എൻ്റെ ഇന്നർ ഉള്ളിൽ നിന്ന് വരുന്ന എൻ്റെ തീജ്വാലയാണ് എനിക്ക് സപ്പോർട്ടായി ഇതുവരെ കൂടെ നിൽക്കാൻ പറ്റിയത്. ഇപ്പോഴും ഞാനിവിടെ വരുമ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ എന്നോട് നിനക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാട്ടും എൻ്റെ വോയിസ് എന്നെ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോഴാണ് ഞാൻ ഒന്നുകൂടി സ്ട്രോങ് ആവുന്നത്. അങ്ങനെ ആരും സപ്പോർട്ട് ചെയ്തില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? എൻ്റെ അനുഭവങ്ങളാണ് എനിക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടത്. ഇപ്പൊ ഈ വേദിയിൽ നിൽക്കുമ്പോഴും അതാണോ അനുഭവങ്ങൾ? സ്വന്തമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടാണോ ഈ വേദിയിൽ? സ്വന്തമായി ബൂസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ്. എനിക്ക് എൻ്റെ വാചകങ്ങൾ മാത്രമാണ് ഇൻസ്പയർ ആവുന്നത്. അത് എൻ്റെ അനുഭവങ്ങളായിരിക്കും അത് എന്നെ അങ്ങനെ ആക്കുന്നത് എന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ നാളെ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ സ്വന്തമായിട്ട് ബൂസ്റ്റ് ചെയ്ത് വരട്ടെ മുമ്പിലേക്ക് എന്നാണോ? അത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അങ്ങനെയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. Thank you so much. And with that, we have come towards the end of the second round. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ആൻസർ ചെയ്തു. They all answered with such great confidence and clarity. എനിക്ക് കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എല്ലാവരും വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്തു. So once again, can we have a big round of applause for all the girls? All right. So ഉടനെ തന്നെ അടുത്ത റൗണ്ടിൽ നമുക്ക് ഈ contestants-നെ കാണാം. So I hope all of you will have a great time ahead. And with that, big round of applause. ഒരു walk കൂടി വേണോ girls? നിങ്ങൾ പറയുന്ന പോലെ walk വേണോ? Yes, okay, girls walk വേണം എന്നാണ് പറയുന്നത്. So I think the judges can also see our contestants well once again. So ladies and gentlemen, once again presenting our 12 beautiful contestants on the ramp. റോസ് ബ്രാൻഡ് കൈമ റൈസ്, മനസ്സ് നിറയും രുചി.